ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. പച്ച മാങ്ങയുമല്ല, നല്ല പഴുത്തതുമല്ല, അതിനിടയ്ക്കുള്ള ഒരു ചെറിയ മധുരമുള്ള മാങ്ങ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. ചെറിയ 3 മാങ്ങയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഈ കറിയിൽ തൈര് ചേർക്കുന്നില്ല, അതുകൊണ്ട് തേങ്ങ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. തൈര് ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. തേങ്ങയോടൊപ്പം 4 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. മാങ്ങയും പച്ചമുളകും 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അതിലേക്ക് ഒരു 2 കറിവേപ്പില കൂടി ചേർക്കാം. മാങ്ങ വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരയ്ക്കാം. തേങ്ങ ഏകദേശം അരഞ്ഞതിന് ശേഷമാണ് ജീരകം ചേർത്ത് അരയ്ക്കുന്നത്. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. മാങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി 2 മിനിറ്റ് കൂടി ഇതുപോലെ കുക്ക് ചെയ്യാം. അതിനുള്ളിൽ ജ്യൂസൊക്കെ ഇറങ്ങി ഒന്ന് കുറുകി വരണം. അരപ്പ് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിരിക്കണം. മാങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നല്ലതുപോലെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകരുത്. അതിനുള്ളിൽ ജ്യൂസ് കുറച്ചൊന്ന് ഇറങ്ങി വരുന്ന രീതിയിൽ. അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം അരപ്പ് ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. മിക്സിയുടെ ജാറ് കഴുകി ഏകദേശം 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടാക്കിയ വെള്ളം തന്നെ ഒഴിക്കണം. കുടിക്കാൻ വീട്ടിൽ ചൂടാക്കിയ വെള്ളം ഉണ്ടാകുമല്ലോ, അതൊഴിച്ചാൽ മതി. പുതുതായി വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി സ്റ്റൗ കത്തിച്ച് കറി ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം. കറി പിരിഞ്ഞു പോകാതിരിക്കാൻ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തൈര് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയം തൈര് ചേർക്കാവുന്നതാണ്. ചെറിയൊരു മധുരവും ഉപ്പും പുളിയും എരിവൊക്കെ ചേർന്ന് നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് 2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് ചൂടാക്കി കറിയിലേക്ക് ഒഴിക്കാം. കറി വയ്ക്കാനായിട്ട് ഞാൻ പച്ച മാങ്ങ വാങ്ങി വെച്ചിരുന്നു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പഴുത്തുപോയി. അപ്പോൾ ഞാൻ ഇനി കറി വയ്ക്കാനായിട്ട് വേറെ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചൊരു കറി ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ശർക്കര ചേർത്തും പഞ്ചസാര ചേർത്തും ഒക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. ആരെയും കളിയാക്കിയതല്ലോ കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് നിങ്ങളെയും കാണിക്കുന്നത്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.